ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുപാട് ഹെവി അല്ലാത്ത എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു യോക്ക് എംബ്രോയ്ഡറി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് പാറ്റേൺ വരച്ചെടുക്കാനായിട്ട് നമ്മൾ ഗ്ലാസ് പെൻസിലാണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്ലാസ് പെൻസിൽ. അപ്പോൾ നമ്മൾ ചോക്ക് കൊണ്ടായിരുന്നല്ലോ സാധാരണ വരച്ചുകൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പെൻസിൽ. ഇതുകൊണ്ട് നമുക്ക് തുണിയിലും അതുപോലെ മെറ്റൽസിലും ഗ്ലാസ്സിലും ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന ഒരു പെൻസിലാണ്. അപ്പോൾ നിങ്ങളിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡ്രസ്സിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓൾറെഡി തയ്ച്ച ചുരിദാറിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴേക്ക് നമ്മുടെ ഡിസൈൻ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കുമായിട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ആദ്യത്തെ ലൈൻ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് പിന്നെ ഇപ്പം നമ്മൾ ഇപ്പുറത്തേക്കും വരുമ്പോൾ ഓരോ ലൈൻസിൻ്റെ അതായത് നീളം കുറച്ചിട്ട് വേണം വരച്ച് കൊടുക്കാനായിട്ട്. ഏറ്റവും സെൻറ്ററിലെ ലൈൻ ആയിരിക്കണം ഏറ്റവും താഴേക്ക് നിൽക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് തൊട്ട് ഷോൾഡർ വരെ വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ജസ്റ്റ് വരച്ച് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ശിഖരങ്ങൾ വരുന്ന പോലെ ഇതുപോലെയും കൂടി ഒന്ന് വരച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് കുറച്ച് മുത്തുകളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആ പാറ്റേൺ നോക്കിയിട്ട് മാർക്ക് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കാം. അപ്പം ചെയ്യാം. അപ്പം നിങ്ങൾ ആ മാർക്ക് ചെയ്തെടുത്തോട് കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ തീരെ അറിയത്തില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതെല്ലാം റൗണ്ടായിട്ട് കൊടുക്കുന്നതെല്ലാം റൗണ്ട് ബീഡ്സാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ സ്റ്റെമ്മെല്ലാം ചെയ്യുന്നത് കട്ട് ബീഡ്സ് കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ലൈൻസും നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ലൈൻസും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ രീതിക്കാണ് നമുക്കിത് വരച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം വരയ്ക്കാനൊക്കെ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് കേട്ടോ. ഇനി തീരെ വരയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് എടുത്തിട്ട് അതൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. പ്രിൻ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് അത് സ്കെച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. ആ ഗ്യാപ്പ് വരുന്നിടത്ത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് വരച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ചെയ്ത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടും വരച്ച് കൊടുക്കണം. നമ്മൾ ഫുള്ള് ഇതുപോലെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചെറിയ റൗണ്ട് ബീഡ്സ് വേണം. ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സാണ്. അതും ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത്. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലോത്തിന് ചേർന്ന് പോകുന്ന രീതിയിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കുന്നത്. പിന്നെ ത്രെഡ് നിങ്ങൾ എടുക്കുമ്പോൾ ക്ലോത്തിൻ്റെ അതേ കളർ തന്നെ എടുക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് സ്റ്റെമ്മ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യണേ. നമ്മൾ സിംഗിൾ ബീഡ്സിൻ്റെ ബാക്ക് സ്റ്റിച്ച് പാറ്റേൺ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ പേജിലേക്കോ ചാനലിലേക്കോ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്നിൻ്റെ പുറകിൽ ഒന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ചെറിയ കട്ട് ബീഡ്സ് ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. നമുക്ക് സ്റ്റെമ്മ് ചെയ്യാനായിട്ട് ചെറിയ കട്ട് ബീഡ്സാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ സ്റ്റെം പാറ്റേൺസ് കംപ്ലീറ്റ് ആയിട്ടും നമ്മളിതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വ്യത്യാസമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് സ്പീഡ് ഇട്ട് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ലൂസായി പോകുന്നു, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൂസായി പോകുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ലൂസാകാനുള്ള സാധ്യതയില്ല. കാരണം നല്ല സെക്യൂറായിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഒരു സ്റ്റെം പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതേ രീതിയിലാണ് വന്നേക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ലൂസായി പോകുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല ടൈറ്റായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നിടത്ത് എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ലാസ്റ്റ് കെട്ട് കൊടുക്കുമ്പോൾ അതിനടുത്തോടെ പോകുന്ന സ്റ്റിച്ചിനുള്ളിലൂടെ കടത്തി വേണം നമ്മൾ കെട്ടിയിട്ട് കൊടുക്കാനായിട്ട്. അത് 1-2 കെട്ടിൽ നിർത്താനായിട്ട് പാടില്ല. നല്ല രീതിയിൽ നല്ല പോലെ ഒരുപാട് തവണ നമുക്ക് എത്ര തവണ നല്ല രീതിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. ഇത് വിട്ടു പോകത്തില്ല എന്ന് നമുക്ക് ഉള്ളിലൊരിത് തോന്നൽ വേണം. അത്ര രീതിക്ക് നമ്മൾ നന്നായിട്ട് ഇത് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കെട്ടിയെടുക്കുമ്പോൾ ഒരു 10 തവണയിലെങ്കിലും കുറയാതെ കെട്ടിടാറുണ്ട്.
കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൂസായി പോകുന്നു എന്ന് പറഞ്ഞു. അതിപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതാവും. നമ്മൾ ലൂസായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ലൂസായി പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ഇതുപോലെ തീരെ അറ്റത്തുനിന്ന് കട്ട് ചെയ്ത് വിടരുത്. ഇതുപോലെ കുറച്ച് കയറ്റിയിട്ട് വേണം കട്ട് ചെയ്ത് വിടാൻ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് തുടങ്ങുന്നിടത്ത്, അതായത് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നിടത്ത് എങ്ങനെയാണ് കെട്ടിടുന്നതെന്നും കൂടി കാണിച്ചു തരാം. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കെട്ട് നമ്മുടെ നൂലിൻ്റെ അറ്റത്ത് ഉണ്ടായിരിക്കണം. എന്നാലേ തുണിയിൽ നിന്ന് ഇത് പൊങ്ങി പോരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ ആ ഒരു ത്രെഡ് കെട്ടിടാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതേ രീതിക്ക് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ നൂലിൽ കെട്ടിടുന്നത് ആ രീതിയിൽ തന്നെ കുറച്ച് വലുപ്പത്തിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം പറഞ്ഞുതരാം. ഇതുപോലെ 2-3 തവണ നന്നായിട്ട് കെട്ടിട്ടിട്ട് അറ്റത്തൊരു ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഇട്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങ് പൊങ്ങി പോരത്തില്ല. അപ്പോൾ ആ രീതിക്ക് ചെയ്തെടുക്കാം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ കെട്ടിയിട്ടെടുക്കണം. ഇത് കണ്ടോ, ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇത് എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ഇനി തയ്ച്ചു കഴിഞ്ഞാൽ മേളിലേക്ക് പൊങ്ങി പോരില്ല. ഞാൻ കുത്തി കാണിച്ചു തരാം. മേളിലേക്ക് വലിച്ചാലൊന്നും പെട്ടെന്നൊന്നും പോരത്തില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതൊന്ന് വലിച്ച് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇപ്പോൾ ഇത് പൊങ്ങിയൊന്നും വരുന്നില്ല. ഇനി ബാക്ക് സൈഡ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്, പൊങ്ങി പോരത്തില്ല. ഈ വലിച്ചേക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ വലിച്ച് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം പ്രത്യേകം അത് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ലൂസായി പോകത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗം എനിക്ക് വീഡിയോ മിസ്സായി പോയതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് വീണ്ടും ഒന്നുകൂടെ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ റൗണ്ട് ബീഡ്സ് സൈഡിൽ വെക്കാനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ റൗണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് സ്റ്റെം ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത രീതിക്ക് തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാലേ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഓരോ വീഡിയോസിലും അതിൻ്റേതായ രീതിയിൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്കിപ്പായി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പിന്നെ എന്നോട് സംശയങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ഓരോ വീഡിയോസിലും എനിക്കറിയാവുന്ന പോലെ എല്ലാം ഞാൻ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ എല്ലാത്തിലും അങ്ങ് ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്ര ഉള്ളൂ, വേറെ അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളെല്ലാ ലൈൻസും ഇതേ രീതിയിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഔട്ട്ലുക്ക് നല്ല കിടുവായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ തമ്പനയിൽ പിക്ചർ കണ്ടില്ലേ, നല്ല രസമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നോർമൽ നീഡിൽ എംബ്രോയ്ഡറി വർക്കാണിത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യവും കൂടെ പറയാം. നിങ്ങൾ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ലൂസായി പോകുന്നതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹൂപ്പിൽ തുണി കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ച് വേണം ചെയ്യാനായിട്ട്, ഏത് തരത്തിലുള്ള തുണിയാണെങ്കിലും. അതും ശ്രദ്ധിച്ചേക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ആ റൗണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ സെൻറ്ററിൽ ഒരു കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ ചുറ്റും നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതിയാവും. സെൻറ്ററിൽ ഒരു കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം സൈഡിൽ നിന്ന് കുത്തിയെടുത്തിട്ട് നമ്മളിപ്പോൾ 5 ബീഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു റൗണ്ട് ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് റൗണ്ട് വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ കുത്തിയെടുത്തോട്ട് തന്നെ താഴോട്ട് കുത്തി കൊടുക്കണം. അതിന് ശേഷം നമ്മളിത് 4 സൈഡിൽ നിന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ആ റൗണ്ടിൽ വരുന്ന ബീഡ്സിൻ്റെ എണ്ണത്തിൽ ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നതനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മളിതുപോലെ കുത്തി താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി 4 സൈഡുകൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കാൻ നിങ്ങളൊട്ടും പിശുക്ക് കാണിച്ചേക്കല്ലേ, നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇതേപോലെ നമുക്കിത് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഓൾ ഓവർ ഡിസൈൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ലൈൻസും നിങ്ങളുടെ യോക്കിനനുസരിച്ച് വരയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നാലേ നമുക്ക് ഈ റൗണ്ടൊക്കെ അതിനിടയ്ക്ക് ചെയ്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.